ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതോടെ തൃശൂർ മണ്ഡലത്തിൽ പ്രചരണം ശക്തമായിരിക്കുകയാണ്. കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രി എന്ന പ്രചാരണമാണ് പാർട്ടി നേതൃത്വവും അണികളും മുന്നോട്ട് വയ്ക്കുന്നത്. ആദ്യഘട്ട പ്രചാരണത്തിൽ സുരേഷ് ഗോപി സ്കോർ ചെയ്തെങ്കിലും വിവാദങ്ങളും താരത്തെ അലട്ടുന്നുണ്ട്. തൃശൂരിലെ ലൂർദ് പള്ളിയിലെ മാതാവിന് കിരീടം സമർപ്പിച്ചതായിരുന്നു ആദ്യത്തേത്. ചെമ്പിൽ 6 ഗ്രാം സ്വർണം പൂശിയതാണ് കിരീടമെന്ന വാർത്ത പുറത്തുവന്നതിന് ശേഷം ഇതിന് വ്യക്തമായ മറുപടി നൽകാൻ സുരേഷ് ഗോപിയോ കിരീടമുണ്ടാക്കിയ ശില്പിയോ തയ്യാറായിട്ടില്ല. കിരീടത്തിലെ വിവാദത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ താൻ തന്റെ ത്രാണിക്കനുസരിച്ചാണ് നൽകിയതെന്നാണ് സുരേഷ് ഗോപിയുടെ മറുപടി. കിരീടം സ്വർണം പൂശിയ ചെമ്പാണെന്ന വാർത്ത സംബന്ധിച്ച് ശില്പി അനു അനന്തൻ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചപ്പോഴും എത്ര പവനാണെന്ന് വെളിപ്പെടുത്തിയില്ല. സ്വർണ്ണ കിരീടമായിരിക്കണമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. മറ്റൊന്നും നോക്കേണ്ടതില്ല. നല്ലൊരു തങ്ക കിരീടം മാതാവിന് സമർപ്പിക്കണമെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അളവോ കാര്യങ്ങളോ നോക്കരുത്, ഭംഗിയായിരിക്കണമെന്ന് പറഞ്ഞു. 17 ദിവസമെടുത്തു കിരീടം പണിയാനെന്നും സുരേഷ് ഗോപിക്ക് തന്നെ സ്വർണത്തിൽ ബാക്കി തിരിച്ചുകൊടുത്തെന്നും ശില്പി പറയുകയുണ്ടായി. എന്നാൽ അടുത്തിടെ കിരീടം ചെമ്പിൽ സ്വർണം പൂശിയതാണെന്ന ആരോപണം ഉയർന്നിരുന്നു. സുരേഷ് ഗോപി സമർപ്പിച്ച കിരീടത്തിൽ എത്ര സ്വർണമുണ്ടെന്നറിയണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് കൗൺസിലർ രംഗത്തെത്തിയതോടെയാണ് വിവാദത്തിന് തുടക്കം കുറിച്ചത്. സ്വർണ്ണ കിരീടം എന്ന പേരിൽ ചെമ്പിൽ സ്വർണം പൂശി നൽകിയെന്ന ആക്ഷേപം ഉയർന്നതിന് പിന്നാലെയാണ് വിവാദങ്ങൾക്ക് തുടക്കം. എന്നാൽ ഇപ്പോൾ ഉയരുന്ന വിവാദങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയമാണെന്ന് തുറന്നു പറയുകയാണ് സുരേഷ് ഗോപി. സ്വർണ്ണ കിരീടവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇങ്ങനെ: അദാനിയും അംബാനിയും യൂസഫ് അലിയും നേരുന്നത് പോലെ എനിക്ക് പള്ളിയിൽ നേരാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ഒരു പണക്കാരനല്ല. എന്റെ അക്കൗണ്ട്സ് ഒക്കെ വളരെ സുതാര്യമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഈ വിവാദങ്ങൾക്ക് പിന്നിൽ വർഗീയത മാത്രമാണെന്നും മാതാവ് മാത്രമല്ല ദൈവങ്ങളെല്ലാം ഇത്തവണ അനുഗ്രഹിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഒരു കള്ളത്തരവും എവിടെയും കാണിച്ചിട്ടില്ല. എന്റെ ത്രാണിക്കനുസരിച്ച്, എന്റെ കഴിവിനനുസരിച്ച്, എന്റെ സാമ്പത്തിക ബലത്തിനനുസരിച്ച് ഞാൻ വികാരിയച്ഛനോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്റെ കുടുംബത്തിന്റെ ഒരു ആചാരത്തിന്റെ ഭാഗമായാണ് കിരീടം സമർപ്പിച്ചത്. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം 10 ലക്ഷം രൂപയുടെ കിരീടം മാതാവിന് സമർപ്പിക്കുമെന്നും അതിലൊരു വൈരക്കല്ലുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു.